നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് ഐസ്ക്രീമൊക്കെ കഴിക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരിക്കും. അപ്പം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഈ സ്ട്രോബെറി ഐസ്ക്രീം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് സ്ട്രോബെറി വേണം. ഇത് 300 ഗ്രാം സ്ട്രോബെറിയാണ്. പിന്നെ പഞ്ചസാര വേണം 30 ഗ്രാം. അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്ക് വേണം 80 ഗ്രാം. ഇനി നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. അതൊരു 200 മില്ലി വേണം. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി നമുക്കിതിലേക്ക് സ്ട്രോബെറിയും പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ 300 ഗ്രാം സ്ട്രോബെറി, ഇത് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 30 ഗ്രാം എന്ന് പറയുമ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതോടെ ചേർത്ത് കൊടുക്കുക. ഈ സ്ട്രോബെറി ജാം നമ്മൾ റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 300 ഗ്രാം സ്ട്രോബെറിയും അതുപോലെ തന്നെ 30 ഗ്രാം പഞ്ചസാരയും ചേർത്തിട്ട് ഇത് ഇങ്ങനെ വേവുന്നുണ്ട് ഇവിടെ ഇരുന്നുണ്ട്. നമുക്ക് അന്നേരത്തേക്ക് ഈ സ്ട്രോബെറി ഐസ്ക്രീമിനായിട്ടുള്ള ഇത് ഫ്രഷ് ക്രീമാണ്. ഒരു 200 ml ഫ്രഷ് ക്രീമാണിത്. ഇനി നമുക്കിതിലേക്ക് ഒരു 80 ഗ്രാംസ് കണ്ടൻസ് മിൽക്ക് കൂടി ചേർക്കാം. ഇത് നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഹാൻഡ് മിക്സി വെച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സ്ട്രോബെറി ജാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഹാൻഡ് മിക്സി വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സ്ട്രോബെറിയുടെ ബിറ്റ്സ് ഇടയ്ക്കുണ്ടെങ്കിലും കടിക്കുമ്പം നല്ലതാണ് ഐസ്ക്രീമിലല്ലേ. നമുക്കിനി ഇതൊരു ഗ്ലാസ് ബൗളിലേക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. സ്ട്രോബെറി ഐസ്ക്രീം തയ്യാറാക്കാനായിട്ടുള്ള ഈ കൂട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂപ്സ് ആയിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്ത് നമുക്ക് ഐസ്ക്രീം ബൗളിൽ സെർവ് ചെയ്യാവുന്നതാണ്.